എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു. അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹായ് ഹലോ നമസ്കാരം ഒന്ന് മാറ്റിപ്പിടിക്കാന്ന് വെച്ചിട്ട് പറഞ്ഞതാ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പലവർക്കും അറിയുന്നതാണ്. നിങ്ങൾ എന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതെ, ഇത് ഞാൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് അമ്പലത്തിൽ പോയൊരു ഷോർട്ട് വീഡിയോ ആണ്. ആദ്യത്തെ അമ്പലത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് രണ്ടാമത്തെ അമ്പലത്തിന്റെ വീഡിയോ ആണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ശിവൻ കോവിലായിട്ടോ ഇത്. നമ്മൾ മെയിൻ റോഡിൽ തന്നെയാണ് ഇത് വരുന്നത്. കയറി വരുമ്പോൾ എൻട്രൻസിൽ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുക നല്ല അടിപൊളിയായിട്ടുള്ള താമരക്കുളം കേട്ടോ. വെളിച്ചം വരാത്തതുകൊണ്ട് എനിക്ക് ആ താമരക്കുളത്തിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ക്ലിയർ ആയിട്ട്. എന്നാലും ഞാൻ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല കൊത്തുപണികളാണ് ഈ അമ്പലത്തിൽ നിറയെ കാണാനായിട്ടുള്ളത്. ഇവിടെ പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും അതിൻ്റെ കൂടെ ഉപദേവങ്ങളും ഉണ്ട് കേട്ടോ. ഗണപതിനെയും ശ്രീമുരുകനെയും അതുപോലെ നമ്മുടെ സ്വന്തം ശാസ്താവിനെയും ഇവിടെ തൊഴാൻ പറ്റും. അതിന്റെ കൂടെ നവഗ്രഹങ്ങളും നാഗത്താന്മാരും അതേപോലെ നമ്മളെ ദേവിയും ഇവിടെയുണ്ട്. എനിക്ക് ഈ അമ്പലത്തിന്റെ ശരിക്കുള്ള ഭംഗിയിൽ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് ലൈറ്റ് ഇല്ലാത്തതിന്റെ പ്രശ്നവും പിന്നെ കുറച്ച് തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് രാവിലെ തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തൊഴുത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത്. അപ്പം തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, നല്ല ഭംഗിയുള്ള കൊത്തുപണികളാട്ടോ ഇവിടെ കാണാനുള്ളത്. എൻ്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ളതാണ് തൃശക്തിയമ്മൻ കോവിലും ഈ ശിവൻ കോവിലും വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഉള്ളത് വളരെ ദൂരെയാണ്. വളരെ ദൂരെ എന്ന് പറഞ്ഞാൽ കുറച്ച് പോകാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മാത്രം രാവിലെ വരാമെന്ന് വിചാരിച്ചത്. അതുമാത്രമല്ല, ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ ഇന്നത്തെ തിരക്ക് എന്തായിരിക്കുന്നു. നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് തന്നെ ലേറ്റ് ആകുകയും ചെയ്യും. അപ്പം പിന്നെ ദർശനത്തിനൊക്കെ ബുദ്ധിമുട്ടിപ്പോകും. അപ്പം വേഗം ഞാൻ വിചാരിച്ചു അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ തൊഴാണ്. ഈ കാണുന്ന കേട്ടോ നാഗത്താന്മാരെ തൊഴുന്ന സ്ഥലം. ഇവിടെയൊക്കെ അമ്പലങ്ങളിൽ പൊതുവെ നട തുറക്കുന്ന സമയം, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിൽ പൊതുവെ നട തുറക്കുന്ന സമയം 6 മണിയാണ് കേട്ടോ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ടാണ് നേരത്തെ നട തുറന്നിട്ടുള്ളത്. അതുപോലെ അതിനനുസരിച്ചിട്ടുള്ള തിരക്കും ഉണ്ടായിരുന്നു. ഈ ശിവൻ കോവിലുള്ള സ്ഥലത്തിന്റെ പേര് നാവലൂർ എന്നാണ് കേട്ടോ. ഈ നാവലൂർ സ്ഥലത്തേക്ക് വരുന്നത് റോഡിന് ഓൾഡ് മഹാബലിപുരം റോഡെന്നും കൂടി പറയും. ശിവൻ കോവിലിന്റെ ഉള്ളിൽ തന്നെ വേറെ തന്നെ ഒരു ക്ഷേത്രം പോലെയാണ് നമ്മൾ അയ്യപ്പൻ്റെത് ഉള്ളത് കേട്ടോ. ഇത് കാണുന്നില്ലേ, നമ്മൾ വേറെ തന്നെ ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് മാറിയിട്ട് ഇറങ്ങി വന്നിട്ടാണ് അയ്യപ്പനെ തൊഴുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അയ്യപ്പനെ തൊഴുത് തിരിച്ചു പോയതിന് ശേഷമാണ് നമ്മൾ അവിടെ നവഗ്രഹങ്ങളെ പ്രശ്നം വെക്കുക. ഈ കാണുന്ന ബോർഡ് അവിടെ നടക്കുന്ന ഓരോ മാസത്തെ പൂജകളെയും പ്രധാനമായിട്ടുള്ള വഴിപാടുകളെയും കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അവിടുത്തെ ഓഫീസ് ടൈമിന്റെ ഡീറ്റെയിൽസും ആണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ അമ്പലത്തിന്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമായിട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനത് എടുത്തു പറയുന്നത് അത്രയും ഒരു ഭംഗിയുള്ള ക്ഷേത്രം ആയതുകൊണ്ടാണ്. അത്രയും ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് അവിടെ പോയപ്പോൾ എനിക്ക് ഉണ്ടായത്. അപ്പോൾ എൻ്റെ ഈ ഷോർട്ട് വീഡിയോ ടെമ്പിൾ വിസിറ്റിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതുപോലെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത്. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ബൈ ബൈ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ജന്മാഷ്ടമി.